ചേട്ടാ അനിയോ ചേട്ടാ പറയനിയോ അടുത്ത അവിടെ ബിഗ് ബോസിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? വേണ്ടനിയാ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഞാനൊരാള് പോയില്ലേ, ഇനി ആരും പോണ്ട. കാല് വരുന്നവനെ പാത്രക്ക്, കുതികാല് വെട്ടുന്നവനെ പാത്രക്ക്, ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവനെ പാത്രക്ക്. ആണാ ഉണ്ണ മാറി ഒരുത്തനെ പാത്തതേ ഇല്ലടാ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പ്രവീൺ എവിക്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായല്ലോ. പ്രവീൺ അന്ന് വന്നിട്ട് ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ അന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഓന്ന് മാറുവോടെ ഇതുപോലെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. കാര്യം കഴിഞ്ഞ ദിവസം മറ്റൊരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ മാറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, അതായത് ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിന് അനിമോളുടെ അന്തം ഫാൻസ്, നോട്ട് ദ പോയിന്റ് നോർമൽ ഫാൻസ് അല്ല, അന്തം ഫാൻസും PR ടീമും എല്ലാം കൂടെ ആണെങ്കിൽ കണ്ടില്ലേ അനിമോൾ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അനിമോൾക്ക് ഈ ജയ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണം, ഏഷ്യാനെറ്റ് ഇത് കോളും അതും അല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി. എന്താണെങ്കിലും നമ്മുടെ പ്രവീൺ ചേട്ടായി ആദ്യം ഓൺലൈൻ മീഡിയസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വെക്കാം ഇങ്ങോട്ട്. ബോളിവുഡിലെ ഒരു സ്ട്രാറ്റജിയാണ് ജിസയിലും ആയിട്ടും ചെയ്യുന്നത്. അതെ 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 പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. ലവ് സ്ട്രാറ്റജി ആണെന്ന് വെച്ചല്ല, ഒരു വേറൊരു കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു നെഗറ്റിവിറ്റി അതിനെ നിങ്ങൾ എല്ലാം അതെ 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 എല്ലാത്തിനും സമ്മതം മൂളുന്നുണ്ട് കേട്ടോ. ഞാനതാ പറഞ്ഞു, ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനിമോൾ പറഞ്ഞാലും ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓ മൈ ഗോഡ്, അനുമോള് പറഞ്ഞതിൽ ഒരു പരിധി വരെ സത്യങ്ങളുണ്ടല്ലേ. നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഹൗസിനകത്തുണ്ട്. ഛേ, നമ്മൾ മാത്രം അത് കണ്ടില്ലല്ലോ. മോശമാണ് കേട്ടോ ബിഗ് ബോസ് ചെയ്ത് നമ്മളെ കാണിക്കാത്തെ. നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. ശരി, അപ്പൊ അത് ബിഗ് ബോസ് ഒതുക്കിയതായിട്ട് തോന്നുന്നു. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസിന് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ എങ്ങനെ അത് എവിടെയെല്ലാം പറഞ്ഞിരിക്കണേ കുറെ യായായ അടിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ യായായ അടിച്ചാൽ മതിയല്ലോ. പറയുന്ന കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയണ്ടേ. അവർക്ക് കൂടുതൽ ഫേവർ കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സാധനം പുറത്തു വരാതിരിക്കുന്നത്. അത് ആയിരിക്കാം, അല്ലായിരിക്കാം. അത് ഷോടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എന്റെ കോണ്ടന്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ അങ്ങനെ. അതായത് എവിടേക്കോ ആരിലും ജിസയിലും ആണെങ്കിൽ ഫേവറേറ്റിസം ബിഗ് ബോസ് കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രവീൺ പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞേക്കുന്ന പ്രവീൺ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇടയിൽ പ്രവീൺ ആണെങ്കിൽ അനിമോൾ ആണെങ്കിൽ അങ്ങനെ അവർ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്താണ് കണ്ടവന്റെ ബെഡിന്റെ അടിയിൽ അവരെന്തോ ചെയ്യുന്നു പോയി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്കൊന്നും നാണമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന പ്രവീൺ ഇനി ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ കേട്ടോ. പ്രവീൺ അകത്തുള്ളതിനെ കഴിഞ്ഞും പുറത്തിറങ്ങി എയർപോർട്ടിൽ ഒരു ബൈറ്റ് കൊടുത്തു. അത് ഭയങ്കര ചർച്ചയാണ്. ടിൽ നൗ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൻമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? അത് വാസ്തവം എന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇത്രയും മീഡിയാസ് ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ പലരും പല ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത്, അനിമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. എനിക്ക് വരുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത്. ഇതിൽ ഞാൻ പറയുന്നത്, ഞാൻ അനിമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത്, പുള്ളി ഇപ്പൊ ചിന്നക്കട ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുന്നത് ചേട്ടാ വൈറ്റിലേക്ക് എങ്ങനെയാ പോകേണ്ടത്, അടുത്തൊരാൾ വന്ന് ചോദിക്കുന്നത് തിരുവനന്തപുരത്തിന് എങ്ങനെയാണ് പോകേണ്ടത്, മറ്റൊരാൾ വന്ന് ചോദിക്കുന്നത് കാസർഗോഡ് എങ്ങനെയാ പോകേണ്ടതെന്നും ചെന്നൈക്ക് എങ്ങനെയാ പോകേണ്ടതെന്നും. അതിന് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരമാണ് കൊടുത്തത്, വണ്ടി കയറി പോയാൽ മതിയെന്ന്. അതാണ് പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരൊറ്റ ഉത്തരവാണ് കൊടുത്തതെന്ന്. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനിമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ അവിടെ സൈഡിൽ മാറിയിരുന്ന് കരയുക. കാര്യം ഓന്തിന് വരെ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രവീൺ ഇവിടെ. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആര്യനും ജിസനും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവർ പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആര്യനും ജിസയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. കാരണം ആര്യലിന് ഫുഡ്, ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും, അങ്ങനെ രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട്, ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആയി പോയതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാൻ രാഷ്ട്രീയത്തിലൊന്ന് ട്രൈ ചെയ്തുകൂടെ. വലിയൊരു ഭാവി ഞാൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞ കാര്യം മാറ്റിപ്പുറ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നടാവി സമ്മതിച്ചു കേട്ടോ. ഇനി ഷിയാസ് കരീം ഇതേ കാര്യത്തെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ സെയിം തിങ് തന്നെ, അതോടെ നമുക്ക് നോക്കാം.
ബ്രോ അനുമോൾ കണ്ടു എന്നാണ് പറയണത് ബ്രോ. അനുമോൾ ജഡ്ജ് ചെയ്യാൻ ആളാണോ? അനുമോൾ കണ്ടു അവർ തമ്മിൽ ചുംബിക്കുന്നു എന്നല്ല അനുമോൾ പറയുന്നത്. അങ്ങനെയാണ് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാനത് കണ്ടില്ലല്ലോ. അനുമോൾ കണ്ടു എന്നല്ലേ പറഞ്ഞത്. ഞാൻ അനുമോൾ എന്നോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്, അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്. അനുമോള് കാണും. അനുമോളുടെ മെയിൻ പരിപാടിയാണ് എവിടൊക്കെ കുൽസിതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്തി നോക്കുക എന്നുള്ളതാണ് അനുമോളുടെ മെയിൻ പരിപാടി. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പ്രവീൺ ആണെങ്കിൽ മീഡിയാസിന് മുന്നിൽ പറഞ്ഞേക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. കണ്ടന്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തീരെ ഇല്ല. അപ്പോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺടെസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ നല്ലപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാരില്ല. പക്ഷെ ഉള്ളതിൽ പിടിച്ചിരിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു കളിക്കുന്നുണ്ട്. അനുവിന്റെ നല്ല ഗെയിം. കാരണം അനുവിന് അറിയാം എങ്ങനെ കോൺടെന്റ്. ഒരു ദിവസം അത് അറിയാതെ വായിന്ന് വീണും പോയി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോൺടെന്റ് കൊടുക്കാനാണ്, എനിക്ക് ഇത്രയും പേയ്മെന്റ് തരുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു സിമ്പിൾ പറഞ്ഞുണ്ട്, ഒരു ക്യാരറ്റിന്റെ ഇഷ്യൂ അത് വന്നോന്ന് അറിയത്തില്ല. വന്നു ചുമ്മാ അനു എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എടുത്തോട്ടെ അനു വെക്കത് വെക്കെന്ന് പറയുമ്പോൾ അവർക്കറിയാം അത് പ്രശ്നം ഉണ്ടാക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നല്ല സ്ട്രാറ്റജി. ഇതേ അനുവിനെ പറ്റിയിട്ട് തന്നെ അനുവിന്റെ ഗെയിമിനെ കുറിച്ചിട്ട് ഇനി ഇന്റർവ്യൂവിനകത്ത് പറയുന്ന അനുവോട് നമുക്കൊന്ന് കേൾക്കാം. ഈ CID ആണ് അനു എന്നാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ അനു ഒരു കാര്യം, 1-2 കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അനുവിന് നെഗറ്റീവായിട്ടാണ് റിഫ്ലക്ട് ചെയ്തത്. ശരിക്കും അനു പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? എന്തായിരിക്കും അനുമോളുടെ ഗെയിം പ്ലാൻ? അനുമോളുടെ പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട്. അതൊക്കെ ഞാൻ ആ ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ മുതലാണ് ഈ വിയോജിപ്പ് വന്നത്? ഹൗസിനകത്ത് നിങ്ങൾ ഭയങ്കര ചങ്കും ആയിരുന്നേ. അനുമോള് മാക്സിമം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. പലവട്ടം പറയുന്നത് കേട്ടുണ്ട്, കുടുംബ പ്രേക്ഷകർ ഇതെന്ത് കണ്ട് എങ്ങനെയായിരിക്കും, നമ്മുടെ അച്ഛനമ്മമാരും അമ്മൂമ്മമാരും കാണുന്ന ഒരു ഷോ ആണ്, നമ്മൾ അതിനുവേണ്ടി നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അതിനാണല്ലോ ആളുകൾ മോഡേൺ കുലസ്ത്രീ എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ ആ വീട്ടിൽ അങ്ങനെ വിളിക്കുമായിരുന്നു, മോഡേൺ കുലസ്ത്രീ, ഫേക്ക് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. കുലസ്ത്രീ പ്രോമാക്സ് ആണ് നമ്മുടെ അനുമോൾ. അതായത് കുടുംബ പ്രേക്ഷകര് നോക്കി അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അനുമോൾ ഈ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് ഇപ്പോഴും ശിലായുഗത്തിലെ ചിന്താഗതി വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന കുറെ കോപ്പരായങ്ങളുടെ ഉണ്ട് അനുമോളുടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഷിയാസ് കരീം ഈ പ്ലാച്ചിനെ എടുത്തെറിഞ്ഞല്ലോ, പ്ലാച്ചി ശാപമാണെന്ന് തോന്നുന്നു. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഷിയാസ് കരീം അഖിൽമാരാറിനെ അറിയത്തില്ല, ഏത് അഖിൽ കോട്ടത്തലെന്ന് ചോദിക്കുകയും പിന്നീട് അഖിൽമാരാറാണെങ്കിൽ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ അടിച്ചു കൊടുക്കുന്ന ഒരു മറുപടി അഖിൽമാരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അത് വെക്കുന്നില്ല. എന്നാണെങ്കിൽ അനുമോളുടെ ഈ ഒരു പ്ലാച്ചീനെ എറിഞ്ഞതിനെ പറ്റിയിട്ടാണെങ്കിൽ ഷിയാസ് കരീം പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ പാവേനെ വെച്ചിട്ടുള്ള പരിപാടി നമ്മുടെ സീസണിലില്ല. എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് അത് കുറച്ച് സ്ട്രോങ് ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയമല്ല. ലാലേട്ടനത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ കൊടുക്കും. ബ്രോ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ അനുമോൾ ഗെയിം ചെയ്യുന്നതിനേക്കാൾ ഉപരി അനുമോൾ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അനുമോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയാണ്. അപ്പോൾ അത് എനിക്ക് ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതെനിക്ക് ഭയങ്കര ഇഞ്ചായിട്ട് തോന്നുന്നു. കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ അവിടെ ഒരു പാവ ഒരു കണ്ടസ്റ്റന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. സത്യം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പ്ലാച്ചിയുടെ അടുത്ത് എറിഞ്ഞപ്പോൾ പ്ലാച്ചി എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഏഷ്യാനെറ്റ് വരെ അതിനെടുത്ത് വെച്ച് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് പ്രവീൺ പറഞ്ഞേക്കുന്ന ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നൊക്കെ പറയുമ്പോഴും ഷിയാസ് കരീം പറയുന്നത് അങ്ങനെ ഒരു ഗെയിം അനുമോൾ അവിടെ കളിക്കുന്നില്ല, ഗെയിം കളിക്കുന്നില്ല, പാവേനെ ഒതുങ്ങി കൂടുകയാണെന്നുള്ളതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ പ്ലാച്ചിനെ അങ്ങ് തിരിച്ചു കൊടുക്കണമായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങ് ഇരുന്നോട്ടെ, ആ പ്ലാച്ചിയോട് എന്തെങ്കിലും 1-2 പറഞ്ഞങ്ങ് ഇരുന്നോട്ടെ. അതാവുമ്പോൾ ആർക്കും ഒരു ശല്യവും ഇല്ല. ഈ PR ടീംസിന്റെ ആണെങ്കിൽ ഈ തലവേദന ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എന്തേലും അനുമോളൊന്ന് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അനുമോൾ കീ ചെയ്യുക, അനുമോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന്. ഇതാകുമ്പോൾ അവർക്ക് കുറച്ചധികം ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് അനുമോളുടെ കണ്ടന്റ് പുറത്ത് വിടാത്തതിൻ്റെ ആണോന്ന് അറിയത്തില്ല. ഇവിടെ PR ടീമിന് അധികം പണിയെടുക്കാനെ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. അത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇവരുടെ PR ടീം കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മറ്റൊരു ജിൻഡോ ആയിട്ട് നമുക്ക് അനുമോളെ ഈ ഒരു സീസണിൽ കാണാൻ പറ്റും. കാര്യം നമ്മുടെ അനുമോൾ തന്നെ ആയിരിക്കും വിന്നർ ആവാൻ പോകുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രവീണെ സമ്മതിച്ചു കേട്ടോ. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി.